morning, ladies and gentlemen. Welcome to your favorite tech news, Chai with Tech with Call me Shazam. ചായ ഞാൻ എടുത്തില്ല, ഇതാണ് എൻ്റെ കപ്പ്. കട്ടൻ ചായയിൽ ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ കുറച്ച് ന്യൂസ് പറയാനായിട്ട് കുറച്ച് അത്യാവശ്യം ടെക് ന്യൂസ് ഒന്നും ഇല്ലടേ. വില കൂടണെന്ന് പറയാനല്ലാതെ ടെക്കും ഇല്ല, ന്യൂസും ഇല്ല. മിക്കവാറും 2 വർഷത്തിനകത്ത് ഫോൺ കമ്പനിമാരൊക്കെ ഏകദേശം അടച്ചു പൂട്ടി പോകാനുള്ള കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നല്ലാതെ എനിക്കൊന്നും പറയാനുള്ള ഉള്ള സമയം കൊണ്ട് അത്യാവശ്യം കുറച്ച് ന്യൂസ് പറഞ്ഞിട്ട് പോകാമെന്നുള്ള ഐഡിയയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പരിതാപകരമായ അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെങ്കിലും ഉള്ള സമയം കളയാതെ ഞാൻ ഉള്ള എഴുതി വെച്ച ന്യൂസൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോട്ടെ. വാ. ആദ്യത്തെ ന്യൂസ്, ഈ സൗത്ത് കൊറിയയിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 മോസ്റ്റ് വാല്യൂഡ് കമ്പനി ആയിട്ടിരുന്നത് സാംസങ് ആണ്. അത് ഈ റാമിൻ്റെ പ്രൈസൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ സാംസങ് റാം ഉണ്ടാക്കാറുണ്ട്. ഈ SK ഹൈനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്, സൗത്ത് കൊറിയനാണ്. അവന്മാരാണ് ഇപ്പം കൊറിയയിലെ നമ്പർ 1 മോസ്റ്റ് വാല്യൂഡ് കമ്പനി. കഴിഞ്ഞ 43 വർഷം വരെ സാംസങ് ആയിരുന്നു. അതിനെ ഡീത്രോൺ ചെയ്ത് ഒരു റാം ഉണ്ടാക്കണ കമ്പനി ഒന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്ക്, ആ ഒരു സാധനത്തിൻ്റെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും ആ പ്രൈസും എന്തായിരിക്കുമെന്ന്. അതാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ റാം ഇല്ലാത്തതും. അതായത് എല്ലാ റാമും AI ബമ്മാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ ജോലി കൊണ്ടുപോകണം എന്നുള്ള പേടിയായിരുന്നു, അപ്പോൾ അത് പോയി. ഇപ്പോൾ ഈ പറയണ പ്രൈസിങ് ഇത്രയും ഹൈ ആണെങ്കിൽ ആർക്കും ഈ ഒരു ടെക്ക് സാധനം മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് നിൽക്കും. കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും വാങ്ങിക്കൂല. അപ്പോൾ എന്തിനാണ് അവർ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ഇവർ എന്തിനാണ് ഈ AI ഉണ്ടാക്കിയിട്ട് ഇവിടെ ആര് മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുമോ AI വെച്ചുകൊണ്ട്? അതായത് കാശുള്ളവൻ മേടിച്ചാൽ മതി എന്നുള്ളൊരു ലോകത്തോട്ടാണ് നമ്മളീ പോണത്. എനിക്കറിയാം എവിടെ കൊണ്ട് നിൽക്കുമെന്ന്. ന്യൂസ് എന്ന് പറയുന്നത് ജൂൺ 30 OnePlus Nord N6 എന്ന് പറഞ്ഞ ഫോണ് ലോഞ്ച് ആവുകയാണ്. AMOLED ഡിസ്പ്ലേ 120 Hz എന്നൊക്കെ പറഞ്ഞു. 144 Hz 120 Hz ഏതോ ഡിമെൻസിറ്റിയുടെ 6360 എന്ന് അപ്പെക്സ് എന്ന് പറയുന്ന ചിപ്സെറ്റും 8000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. നല്ല ചിഹ്നൊക്കെ ഉണ്ട് കേട്ടോ ഡിസ്പ്ലേയിൽ. മറ്റേ അടിയിൽ പറഞ്ഞ ചിഹ്നൊക്കെ ഇല്ലേ, പണ്ട് 2022 എന്തോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ചിഹ്നമുള്ള ഫോണൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതിപ്പം തിരിച്ച് വരണുണ്ട്, ചിഹ്നമുള്ള ഫോണ്, 4G ഫോണ്. ഇനി അടുത്ത 2 വർഷം നമ്മൾക്ക് കിട്ടാൻ പോണ ഫോണുകളാണ് ഇതൊക്കെ. ഇതിൻ്റെ വില 20,000 ആയിരിക്കുമെന്നാണ് ഞാൻ കേട്ടത്. അപ്പം അത്ര തന്നെ. GLOMO എന്തോ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു വലിയ അവാർഡുണ്ട്. അപ്പോൾ ആ അവാർഡിൽ നമ്മുടെ ഓണർ ഫോണിന് 2 അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഫോൾഡ് ഫോണായ ഓണറിൻ്റെ 2 ഫോൺ, അതായത് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ഡിവൈസ് ഫോർ ഇന്നോവേഷൻ അവാർഡും ആണ് നമ്മുടെ ഈ ഫോൺ ഓണറിൻ്റെ ഫോൾഡബിൾ ഫോണിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ iPhone 18 ഒരു പുതിയൊരു സാധനം പറഞ്ഞുകൊണ്ട് 9 GB റാം. ഇത് റൂമറാണ് കേട്ടോ, മറ്റേ നാക്കിൽ മറ്റേ ഉപ്പിട്ടിട്ട് കേട്ടോണം. 9 GB റാം ആയിരിക്കും ഈ വരാൻ പോണ iPhone 18 വരാൻ പോണേന്ന്. എനിക്കറിഞ്ഞൂടാ, അത് മറ്റേ ഇതിനെ കൂട്ടായി, അതായത് ഈ ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരായിട്ടൊരു പരിപാടി സെറ്റ് ചെയ്യുന്നതാണ്. ഇത് ആപ്പിളിന് പറ്റുന്ന അങ്ങനെ ആപ്പിളിന് അത് പറ്റും. ആപ്പിൾ ആ ബാൻഡ് വിത്ത് പരിപാടിയൊക്കെ അവർ വേറെ രീതിയിൽ സെറ്റ് ചെയ്യും. 1.3 GB സെറ്റപ്പിലൊക്കെ വെച്ചിട്ട് 9 GB ആക്കും അവന്മാർ. അങ്ങനെ കൊണ്ട് അത് ആപ്പിളിന് മാത്രം സ്വന്തം. അതേപോലെ സ്നാപ്ഡ്രാഗൻ്റെ 2 ചിപ്സെറ്റുകളാണ് വരാൻ പോണത്. ഇനി 3 വരുന്നുണ്ട്. 6th Gen 5 വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite സീരീസിൽ 8 Elite Gen 6ഉം 8 Elite Gen 6 Pro ഇത് 2 നാനോമീറ്ററിലാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8th Gen 5 XX-ഉം 8th Gen 5 Proയും ഇങ്ങനെ 2 ചിപ്സെറ്റും വരുന്നുണ്ട്. അത് 3 നാനോമീറ്ററിൽ. എന്തിനൊക്കെ പേരിടണ പരിപാടിയാണോ എന്തോ. എന്തിനാണെങ്കിലും അടുത്ത വർഷത്തെ ചിപ്സെറ്റ് ഇതൊക്കെയാണ്. ഈ ചിപ്സെറ്റ് വെച്ച് വരണ ഫോണൊക്കെ നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റുമെന്ന് EMI തരണ ബാങ്കിന് മാത്രം അറിയാം. അതേപോലെ ഇൻസ്റ്റാഗ്രാം ടി വിയിൽ സപ്പോർട്ട് വരികയാണ്. അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ TV, ഓരോരോ TV-യിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പരിപാടി വരുന്നത്. അതിൽ നിന്നൊരു ഹിന്ദി എന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ IGTV എന്ന് പറഞ്ഞ് പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനത്തിന് മിക്കവാറും ഇൻസ്റ്റാഗ്രാം തിരിച്ചു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്കിനി ലോങ് ഫോർമാറ്റ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം.
അതേപോലെ യൂട്യൂബ് ഷോർട്സിൽ കുറച്ച് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് മറ്റേ എന്തെങ്കിലും ഫുൾ സ്ക്രീൻ ആക്കാം. അതായത് സൈഡിൽ മറ്റേ ലൈക്ക് ഡിസ്ലൈക്ക് ഷെയർ ഒക്കെ ഇല്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യാം. അതേപോലെ നമുക്ക് മ്യൂട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് മറ്റേ ഈ ഡിസ്ലൈക്കിന് വരെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഒരു പരിപാടി കൊടുക്കുക. അത് എൻ്റെയൊക്കെ വെറുപ്പീര് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് പോവാം, എന്നെ ബ്ലോക്ക് ചെയ്ത് പോകാം. അങ്ങനെയൊക്കെ പരിപാടി വരുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പുതിയ പരിപാടികളൊക്കെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഷോർട്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് കേട്ട ന്യൂസാണ്. അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 2025 എന്തോ 26 ഈ ഒക്ടോബർ 26 വിൻഡോസ് 10 ഇതങ്ങ് നിർത്തുകയാണെന്നാണ് ആ മൊണ്ണാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിൻഡോസ് 11 ഞാൻ ആക്കിയത്. ഞാൻ അല്ലെങ്കിൽ ദൈവത്തിനോ ഞാൻ ഒരിക്കലും വിൻഡോസ് 11 ആക്കൂലായിരുന്നു. ഇപ്പോൾ പറഞ്ഞ വിൻഡോസ് 10 അടുത്തൊരു വർഷത്തും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തത്. ബിക്കോസ് നാട്ടുകാർ മാറണില്ല വിൻഡോസ് 11 മനസ്സിലായില്ലേ? ആൾക്കാർക്ക് വയ്യ വിൻഡോസ് 10 വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യാൻ. കുറേ പേര് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ മാറണ്ടായിരുന്നു. ഞാനും ഇങ്ങനെ ആലോചിക്കണം എന്തിനാണ് മാറിയതെന്ന്. അടുത്ത ഒക്ടോബർ 2027 വരെ അമ്മ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തേക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും കേട്ട ന്യൂസ്, ആപ്പിളിൻ്റെ സകല സാധനത്തിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. ഐപാഡ് ആയിക്കോട്ടെ, മാക് മിനി ആയിക്കോട്ടെ, മാക് ബുക്ക് പ്രോ ആയിക്കോട്ടെ, മാക് ബുക്ക് എയർ ആയിക്കോട്ടെ, മാക് ബുക്ക് നിയോ ആയിക്കോട്ടെ, ഐഫോണിന് ഒഴിച്ച്. പക്ഷേ ദുബായിലുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഐഫോണിന് ഈ വരുന്ന മൺഡേ ഓൺവേർഡ്സ് 150 ദിർഹം കൂടാൻ പോകുന്നു. വിച്ച് വിൽ ഓൾസോ അഫക്റ്റ് ഓൾ ദി അതർ മാർക്കറ്റ് ആസ് വെല്ല്. അതായത് നമ്മളുടെ നാട്ടിലുള്ള ഐഫോൺ 16, 17 തുടങ്ങിയ എല്ലാത്തിൻ്റെ വിലയും കൂടും. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം മേടിച്ചോ. ഇനി അങ്ങോട്ട് പ്രൈസ് ഹൈക്കിൻ്റെ ഒരു വൻ കളിയാണ്. വൻ കളികൾ. അത് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. വലിയ കമ്പനിയായ ആപ്പിൾ വരെ കീഴടങ്ങി. ഇനി വേറെ ആർക്കാണ് ഇനി ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ഇന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. റാം പ്രൈസസ് ആർ ഗോയിങ് അപ്പ് ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ്. ഓക്കെ, അതിനനുസരിച്ച് ഇപ്പോൾ ഇവിടുത്തെ ക്രൈസസ്, മറ്റവിടുത്തെ ക്രൈസസ്, മറിച്ചവിടുത്തെ ക്രൈസസ്, വാറ്, തേങ്ങ, മാങ്ങാത്തൊലി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ വല്ലതും പറഞ്ഞാൽ നമ്മളെയൊക്കെ വേറെ പലതും വെറുതെ ഇവിടെ തലയിൽ എഴുതി ഒട്ടിച്ചിട്ട് അവിടെ മൂലയിരുത്തും. നമ്മളെ വാറക്കാൻ സമ്മതിക്കൂല. വാറന്നു കഴിഞ്ഞാൽ അവനൊന്നും അറിഞ്ഞൂടാ, ലോകവിവരം ഇല്ലാത്തവനാ, അവനും ലോകവിവരത്തിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ തുറന്ന പ്രശ്നം അതാ. ഞാൻ നമ്മൾ OnePlusന്റെ നോഡ് ബഡ്സ് 4 ഇറങ്ങിയിരിക്കുകയാണ്. 3000 രൂപ എന്താണ് എൻ്റെ വരുന്നത്. 52 GB ANC ആണ് വരുന്നത്. പിന്നെ നമുക്ക് 12 mm ഡൈനാമിക് ഡ്രൈവേഴ്സ്, 6 മൈക്ക്, സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടൊരു 3000 രൂപ OnePlus നോഡ് ബഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ നമുക്ക് ജൂലൈ 7 നത്തിങ്ങിൻ്റെ ഫോൺ 4B എന്ന് പറയുന്ന ഫോൺ ഇറങ്ങുന്നുണ്ട്. മിക്കവാറും 30,000 രൂപയുടെ പ്രൈസ് റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ്, 5400 mAh ബാറ്ററി, 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, പിന്നെ 6th Gen 4 ചിപ്സെറ്റാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 GB റാം, 128 GB സ്റ്റോറേജും ആണ് വരുന്നത്. 256 വേരിയൻറ്റും ഉണ്ട്. 30,000 രൂപ എങ്ങനെ പോയാലും വരും. മിക്കവാറും ഒരു മറ്റേ ബാങ്ക് ഓഫറും സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അതും ഞാൻ പറഞ്ഞല്ലോ, ഈ ഇറങ്ങുന്ന സമയത്ത് മേടിച്ചോണം, അല്ലാത്ത സമയത്ത് നിന്നതിപ്പിൽ അവസാനം 35,000 രൂപയാവും. നിങ്ങൾ നോക്കിയോ, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നടക്കണത്. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇതും റൂമറാണ്. അതായത് ഇനി തൊട്ട് ആപ്പിൾ ഫോൾഡബിൾ ഫോൺസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ വർഷം ഫോൾഡബിൾ ഫോൺസ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി തൊട്ട് ഫോൾഡബിൾ ഫോൺസ് ആയിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വർഷവും കൂടെ ഈ എയർ എന്ന് പറയണം, ആപ്പിളിൻ്റെ എയർ സീരീസ് ഇറങ്ങും. അതിനുശേഷം പിന്നെ എയർ ഇറങ്ങൂല എന്നുള്ളത്. അതായത് എയർ 3 ഇറങ്ങൂല. ഇനി അങ്ങോട്ട് ഫോൾഡിലായിരിക്കും അവന്മാർ കാശ് മുടക്കാൻ പോകുന്നത്. അതായത് R&Dയും കാര്യങ്ങളൊക്കെ അതിലോട്ടായിരിക്കും ഇടാൻ പോകുന്നത്. അത് റൂമറാണ് കേട്ടോ, ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഓപ്പോ റെനോ 16C ജൂലൈ 2 ഇറങ്ങാൻ പോവുകയാണ്. ഒന്നും നോക്കണ്ട, 50,000 രൂപ ആയിരിക്കും ഓപ്പോ റെനോ 16 16C വില കുറഞ്ഞതാണ്. 16 സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ചിപ്സെറ്റ്, മറ്റേ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, മറ്റേ ബാക്കിൽ മറ്റെന്തൊരു പുതിയൊരു ഡിസൈന്. പിന്നെ മറ്റേ ബാക്കിൽ വെക്കുന്ന ഒരു സാധനമുണ്ട്, ഓപ്പോയുടെ ബബിൾ എന്ന് പറയുന്നത്. അതൊരു ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേ ബാക്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ സെൽഫി എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ബാക്ക് ക്യാമറയുടെ ഫീഡ് നമുക്ക് ആ ചെറിയ ഉണ്ടയിൽ കാണാം. പിന്നെ അതിൻ്റെ ഇടയിൽ പൂച്ച, പട്ടി, കുരങ്ങനൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ളൊരു സാധനമാണ്. ആ ഒരു സാധനം ഈ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. 16C സ്പെക്ക് എനിക്കറിയത്തില്ല. ഈ പറയുന്ന റെനോ 16 ഇതൊക്കെ ആയിരിക്കും. അത്യാവശ്യം വലിയ ബാറ്ററിയും. ഞാൻ പറയേ, എങ്ങനെയായാലും
ഒരു 45,000 രൂപയ്ക്കായിരിക്കും ഈ സാധനം ഇറക്കണം. 45-50,000 രൂപ ഉറപ്പിച്ചോളി. അതിൽ കുറഞ്ഞൊന്നും ഒരു പരിപാടി ഇവിടെ നടക്കൂല. ആ ലെവലിലാണ് പ്രൈസ് പോണത്. ഒന്നും പറയാൻ പറ്റില്ല. ഈ നമ്മളൊക്കെ പണ്ടിരുന്ന് പറയുമെങ്കിൽ മറ്റേ ഓവർ പ്രൈസ്ഡ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുമായിരുന്നു. ബിക്കോസ് കോമ്പോണൻസിൻ്റെ കാശ് കുറവായിരുന്ന സമയത്തായിരുന്നു നമ്മൾ ഈ ഓവർ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാമിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ കണ്ണ് കള്ളു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജൂലൈ 22 സാംസങ്ങിൻ്റെ ഗാലക്സി ഫോൾഡ് സീരീസുകൾ ഇറങ്ങാൻ പോവാണ്. ജൂലൈ 22 ലണ്ടനിലായിരിക്കും. ഓഗസ്റ്റ് 5 തൊട്ട് സെയിൽ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. 3 ഫോൾഡ് ഫോണുകളാണ് ഈ പ്രാവശ്യം ഇറങ്ങുന്നത്. ഒരെണ്ണം ഫോൾഡ് 8, അത് വൈഡായിരിക്കും. പിന്നെ ഒരു സാധാ എന്നിട്ട് ഫോൾഡ് അൾട്ര 8 അൾട്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാ മറ്റേ സാധനം. അത് കഴിഞ്ഞിട്ട് ഫ്ലിപ്പ്. ഈ ഫ്ലിപ്പിൻ്റെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പിൽ കൊറിയയിലും യൂറോപ്പിലും എക്സിനോസിൻ്റെ 2600 ചിപ്സെറ്റും ബാക്കിയുള്ള എല്ലായിടത്തും സ്നാപ്ഡ്രാഗൻ്റെ 8th Gen 5 ആയിരിക്കും വയ്ക്കാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. എന്തിനാണെങ്കിലും ഈ ഫോട്ടോ കാണുന്ന സാധനങ്ങളാണ്. നടുക്ക് മറ്റേ സാധനം തുറന്നു കഴിഞ്ഞാൽ ഫോണ് മറ്റേ അത് തന്നെ ഫോൾഡബിൾ ഫോൺ പരിപാടിയുടെ സാംസങ്ങിൻ്റെ പുതിയ പതിപ്പ്. അത് ആ വൈഡ് എന്ന് പറയുന്നത് ആപ്പിൾ ഇറക്കണതുകൊണ്ട് അമ്മമാർ ഇറക്കണം. അറിയാമല്ലോ, പണ്ട് എയർ ഇറക്കണതിന് മുന്നേ എഡ്ജ് ഇറക്കിയതുപോലെ ഒരു കണ്ണി പടയില്ലല്ലോ. അമ്മമാർക്ക് തന്നെ മതിയാകുമ്പോൾ പിന്നെ അങ്ങ് നിർത്തിയിട്ട് കണ്ട വഴി ഓടും. വേറെ പരിപാടിയൊന്നും ആരും പേടിക്കണ്ട. വിവോ എക്സ് ഫോൾഡ് 6 ചൈനയിൽ ഇറങ്ങിയിരിക്കുകയാണ്. 200 മെഗാ പിക്സലിൻ്റെ ബാക്ക് സെൻസർ, പിന്നെ മറ്റേ ഒരു കേസ് ഇട്ടിട്ട് മറ്റേ ലെൻസ് വെക്കണ പരിപാടി. അമ്മമാർ അത് പാറ്റൻ്റ് എടുത്തേക്കാണ്. കേസ് വെക്കുക, ലെൻസ് വെക്കുക, ഫോട്ടോ എടുക്കുക. അപ്പോൾ ഈ ഫോൾഡ് ഫോണിലും ആ പരിപാടി വരുന്നുണ്ട്. IPX9 ആൻഡ് X8 ആണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ഫോൾഡ് വിവോ എക്സ് ഫോൾഡ് 5 IP68 and 16 ആണ്. ഒരിക്കലും അല്ല, IP68 and 16 ആണ് ആദ്യമായിട്ട് താണ്ട ഈ ഫോണിലാണ് വരുന്നത്. ഇതുവരെ വേറെ ഒരു ഫോൾഡിൽ ഡസ്റ്റ് അവരാരും പ്രൊട്ടക്റ്റ് കൊടുക്കുന്നില്ല, പക്ഷേ ഓണർ തരുന്നുണ്ട്. ഓക്കെ, മറ്റതിലും ഈ വർഷം ഇറങ്ങുന്ന വിവോ ഫോൾഡിലും IPX X8 X9 ആണ്. ഓക്കെ, ഡസ്റ്റിൻ്റെ ഇതില്ല. അതിനുശേഷം ഇത് ഇന്ത്യൻ മാർക്കറ്റിലും UAE മാർക്കറ്റിലും ഉടനെയൊന്നും വരില്ല, പക്ഷേ വരും. എനിക്ക് തോന്നുന്നത് ഒരു ഓഗസ്റ്റൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ വരാൻ പോകുന്നത്. ലേറ്റായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറക്കണം. കുറച്ച് നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ 10 യൂണിറ്റെങ്കിലും വിറ്റ് പോയാൽ. ഇനിയിപ്പോൾ എന്തിനാണ് അവസ്ഥയെന്ന് എനിക്ക് അറിയത്തില്ല. മുട്ടാൻ വിലയായിരിക്കും. അങ്ങ് ചൈനയിൽ വേറെ കേസ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വില കൂടാത്തൊരു സ്ഥലം ഉണ്ടായത് ചൈനയിൽ വരെ ഇപ്പോൾ സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. അതായത് ഫോണിനും സാധനത്തിനൊക്കെ. അത് മാത്രം ആലോചിച്ചാൽ മതി ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തിനാണെന്ന് അറിയാനായിട്ട്. ഞാൻ ഇത് എടുത്തെടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിയാലിറ്റിയാണ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൽ നിന്നും നമുക്കൊരു എസ്കേപ്പ് ഇല്ല. ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അതേപോലെ കുറേ വർഷങ്ങളായിട്ട് കാത്തിരുന്ന കളി പ്രീ ഓർഡറിന് വന്നിട്ടുണ്ട്. GTA 6 പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5,999, 7,999. എല്ലാവരും പണ്ട് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് 15,000 രൂപയൊക്കെ ആവുമെന്ന്. പക്ഷേ ഏതൊരു PS5 ഗെയിമിൻ്റെ അത്ര പ്രൈസിനെ ഇതിങ്ങനെ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഗെയിം PC ഇറങ്ങുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബിക്കോസ് PC ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഗ്രാഫിക്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരിക്കലും ഒരു PS5 ആ ഒരു സാധനം നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഇനി ഏതൊക്കെ PS5 Pro ഉണ്ട്, തേങ്ങയുണ്ടെന്ന് പറഞ്ഞാൽ പോലും FPS-ഉം ഡീറ്റെയിലിങ്ങും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാണ്ട് ഈ ഒരു അണ്ണൻ ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ എന്നാണ് ഇവിടെ പറയാനുള്ളത്. എന്തിനാണ് പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഡിസ്കൊക്കെ കുറേ വൈകും. മറ്റേ CD ഒക്കെ കിട്ടാനൊന്നും വഴിയൊന്നുമില്ല. ഇവർ മറ്റേ അകത്ത് കവറിൻ്റെ അകത്ത് കോഡായിട്ടാണ് വരുന്നത്. ഡിജിറ്റൽ ഡൗൺലോഡ് ചെയ്യാനുള്ള കോഡാണ് ഇപ്പോൾ ഉള്ളത്. എന്നെങ്കിലും CD ഇറങ്ങുമായിരിക്കും. മറ്റേ വൂക്കോങ് ഇതുപോലെയായിരുന്നു. ഇൻ ഫ്യൂച്ചർ എപ്പോഴെങ്കിലും ഡിസ്ക് ഇറങ്ങും, ബ്ലൂറേ ഡിസ്ക്. അല്ലാത്ത വശം ഈ ഒരു സാധനം ഇപ്പം ഡിജിറ്റലിലേ ഉള്ളൂ. ചൈനയിൽ iQOO Neo 11S ഇറങ്ങാൻ പോകണം. നമുക്കിവിടെ iQOO Neo 11 കിട്ടിയതേ ഇല്ല. ആ ലെവലിലാണ് iQOO ഒക്കെ തേഞ്ഞ്. iQOO ഒന്നും ഇനി ഫോണേ ഇറക്കുന്നില്ല എന്നാണ്. ഏതൊരു 2 ഫോൺ എന്തോണം iQOO ഇറക്കാൻ പോകണം ഈ വർഷം. 2 ഫോൺ. അത് ഏതാണെന്ന് പോലും അറിയത്തില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ. ചൈനയിൽ ഇപ്പോഴും അത്യാവശ്യം ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. നമുക്കിതിലായിട്ടൊരു iQOO Neo 11 പോലും ഇറങ്ങിയിട്ടില്ല ഗൈസ്. അല്ലാത്തവൻ അവർ iQOO Neo 10 ഒരു പുതിയ കളറാണ് ഈ വർഷം ഇറക്കിയത്. ഈ ഇടയ്ക്കെന്തോ അത്ര ഗതികേടാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. ദിസ് ഇസ് എ സാഡ്. മനസ്സിലായില്ലേ? ഓണറിൻ്റെ X80 Pro എന്ന് പറഞ്ഞൊരു ഫോൺ അങ്ങ് ചൈനയിൽ ഇറങ്ങി കേട്ടോ. ആ സാധനം 12,000 mAh, 11,000 എത്രയുടെ 11,000 mAh ബാറ്ററിയാണ്. ഓണർ ഉടനെ തന്നെ 14,000 mAh ബാറ്ററി വെച്ച് ഫോൺ ഇറക്കുന്നതെന്ന് ചിരി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി തൊട്ട് ഈ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഓണറിൻ്റെ ഫോണൊക്കെ ആണെങ്കിൽ ഇത് പൊട്ടി തെറിക്കുമെന്ന് അവർ 10 പ്രാവശ്യം ചോദിക്കും. പവർ ബാങ്ക് ഈ ഫ്ലൈറ്റിൽ കയറ്റണ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി ആങ്കറിൻ്റെയൊക്കെ ചില പവർ ബാങ്ക്സ് ഫ്ലൈറ്റിൽ കയറ്റൂല. അതേപോലെ ഇനി ഇതൊക്കെ എന്തിനാണ് അവസ്ഥ എന്ന് എനിക്ക് 14 mAh ബാറ്ററി വെച്ചിട്ടുള്ള ഫോൺ എന്തിനിടേ 10 ദിവസം ബാറ്ററിയും വെച്ചിട്ട് എന്തിരിയേ? വല്ലപ്പോഴൊക്കെ ചാർജ് കുത്തിയിടണ്ടേ? എന്നാലും ഒരു ത്രില്ലുള്ളൂ ബ്രോ. എനിക്ക് അതാണ് ഇവിടെ പറയാനുള്ളത്.
ജൂൺ 29 ഇൻഫിനിക്സിൻ്റെ നോട്ട് 60 Pro ഇൻഫറൈന ലിമിറ്റഡ് എഡീഷൻ ഇറങ്ങുകയാണ്. ജൂൺ 29 38,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒന്നുമില്ല, ഒരു സ്പെഷ്യൽ എഡീഷനാണ്. ഏതോ ഒരു ഫെറാറിയൊക്കെ ഡിസൈൻ ചെയ്യണ ഏതോ ഒരു കമ്പനിയുടെ എന്തോ ഒരു സാധനം. ഒന്നുമില്ല, സെയിം ഫോൺ ബട്ട് ഡിസൈൻ വിൽ വെരി നൈസ്. കുറച്ച് കാർബൺ ഫൈബർ പരിപാടിയൊക്കെ പിടിച്ചിട്ട് വേറെ ലെവൽ മുട്ട ലുക്ക്. അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ 38,000 കൊടുക്കണം. 8GB 256GB വേരിയൻ്റാണ്. ഓക്കെ. പിന്നെ മെറ്റ ഗ്ലാസസ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മെറ്റ റെയ്ബാനുമായിട്ട് കൊളാബ് അടിച്ച് ഓക്ലയായിട്ട് കൊളാബ് അടിച്ച്. ഇത് മെറ്റ ഗ്ലാസസ് എന്ന് പറഞ്ഞ് മെറ്റ തന്നെ അങ്ങ് ഇറക്കിയാണ്. SLR എന്ന് പറയുന്ന ഈ കണ്ണാടി ബ്രാൻഡുണ്ട്, SLR. അവന്മാരുമായിട്ടാണ് കൂട്ടുപിടിച്ചിട്ട് ഈ പരിപാടി ചെയ്യണത്. വില കുറഞ്ഞേട്ടാ, $299 ആണ്. അതായത് ഏകദേശം ഒരു $299 എന്ന് പറയുമ്പോൾ ഒരു 25,000 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ആ പ്രൈസിനാണ് ഈ സാധനം ഇറങ്ങുന്നത്. സെയിം 12 മെഗാ പരിപാടി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, മറ്റത് മറിച്ചത് മൈക്ക്, മറ്റേ മെറ്റ സപ്പോർട്ട്, മറ്റേ അകത്ത് ഡിസ്പ്ലേ ഒന്നുമില്ല. 3 വെർഷനാണ് പറഞ്ഞത്. അതിലൊരു പച്ച കളർ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കൈലി ജെന്നറിൻ്റെ ഒരു എഡീഷൻ ഉണ്ട്. കൈലി ജെന്നർ ഫാൻസിന് അത് വെച്ച് കഴിഞ്ഞാൽ കൈലി ജെന്നർ ആയിരിക്കും AI സൗണ്ടായിട്ട് വരണത്. ഇനി മമ്മൂക്കാരെയൊക്കെ ഒരു എഡീഷൻ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മമ്മൂക്ക, ലാലേട്ടൻ അവരൊക്കെ വന്നു കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് പറയുള്ളത്. എത്രയും പെട്ടെന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. എന്താണെങ്കിലും മെറ്റ ഗ്ലാസസ് വരുന്നു. ഓൾറെഡി അമേരിക്കയിലൊക്കെ ഇത് സെല് ചെയ്യുന്നുണ്ട്, ഇവിടെയൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് സാംസങ് അനൗൺസ്ഡ് UFS സ്റ്റോറേജ് 5.0. എന്തിന് ഇത്? ഇനിയും മനുഷ്യന്മാരെ കൊല്ലാനാ? നിങ്ങളാ 4.1 പോലും ഇവിടെ ഒരുത്തന്മാർക്കും താങ്ങാനില്ല SSDയിൽ. അപ്പോഴാണ് നിങ്ങൾ 5.1 കൊണ്ടുവരണം. സാധനമൊക്കെ കൊള്ളാം. റീഡ് സ്പീഡ് 10.8 GB/s, റൈറ്റ് സ്പീഡ് 9.8 GB/s. വേറെ ലെവൽ സാധനം, പറക്കും UFS സ്റ്റോറേജ്. ഇതൊക്കെ ഏതെങ്കിലും ഫോണിൽ വെക്കുമ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് UFS 5.0 ഉണ്ട് ഗൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. നമുക്ക് പണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന 4.1 ഒക്കെ 30,000 കിട്ടിക്കൊണ്ടിരുന്നതാണ്. UFS സ്റ്റോറേജ് 4.1 ഒക്കെ ഐക്യൂൻ്റെ ഒക്കെ ഫോണിൽ. അതിനൊന്നും വരില്ല. ഇപ്പം തന്നെ ഈ ഓപ്പോ റെനോ 16 ഇറങ്ങാൻ പോകണം. UFS സ്റ്റോറേജ് 3.1 ആണ്. 3.1 2.2 ആണ് ഇപ്പം ആൾക്കാർ ഉള്ളത്. അത് അവർ നിർത്തി ഡിസ്കണ്ടിന്യൂ ചെയ്ത UFS സ്റ്റോറേജുകളാണ് ഈ 3.1 2.2. പഴയ സ്റ്റോക്കുകളാണ് എടുത്ത് ഈ വെക്കണത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇല്ല, സാധനം ഇല്ല. ഇപ്പം തന്നെ ആപ്പിള് പെർമിഷൻ ചോദിക്കണമെന്ന് ഞാൻ കേട്ടായിരുന്നു ട്രംപിൻ്റെ അടുത്ത്. ചൈനയുടെ റാം യൂസ് ചെയ്തോട്ടാന്ന് പറഞ്ഞിട്ട്. ആ ഗതിയുടെ മനസ്സിലായില്ലേ, പരഗതിയും അതോ ഗതിയുമായിട്ട് നിൽക്കുകയാണ്. എല്ലാ ബ്രാൻഡുകളും തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറഞ്ഞ കാര്യമില്ല. മുട്ടാൻ വിറ്റ് സ്റ്റീം ഡെക്ക് അവന്മാരെ സ്റ്റീം മെഷീൻ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങി. $1,049 512 GB. നീ ഇതൊക്കെ മേടിക്കണമുണ്ടല്ലോ. ഞാൻ കാര്യം പറയണം, കുറച്ചൊക്കെ തലയിൽ ബോധം വയ്ക്കുക കേട്ടോ. ഈ പൈസക്ക് നിനക്ക് നല്ല കിടലം ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇട്ട് അത് വല്ലതും വായിരട ചെറുക്കുക. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സ്റ്റീം ഡെക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഈ പറയുന്ന എല്ലാ കളിയും അതിൽ കളിക്കുക. ഇത് ഈ മെഷീൻ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. അതിൽ എന്തോ സ്പെക്ക് നോക്ക്. AMD Zen 4 CPU, AMD RDN 3 8GB GPU ആണ് ഇരിക്കുന്നത്. 16GB RAM LPDDR5. ഈ സാധനത്തിനാണ് ഈ വില. 2 TB $1,349. ഇവനൊക്കെ എന്താ വൈകി? ആരുടെ ഇതൊക്കെ വാങ്ങിക്കണേ? സ്റ്റീം ഡെക്കിൻ്റെയൊക്കെ ഈ മൊണ്ണ സാധനത്തിനൊക്കെ ഈ കാശ് കൊടുക്കില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറയണല്ലോ. 1,00,000 രൂപ വരും. $1,049 എന്നൊക്കെ പറഞ്ഞാൽ 1,00,000 കൂടുതലായി. ഇവിടെ നല്ല ലാപ്ടോപ്പ് കിട്ടും, ഗെയിമിംഗ് ലാപ്ടോപ്പ്. LOQൻ്റെയും ബാക്കിയുള്ളതിൻ്റെയൊക്കെ. ഫയർ ബോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ അവന്മാർ ഫോണും ഇറക്കാൻ പോകണമെന്ന്. അവന്മാർക്ക് ഇവിടെ വേറെ ഒരു തൊഴിലില്ല. ഇവിടെ ഉള്ളവന്മാരെ ഫോൺ വിറ്റ് പോകണില്ല. അപ്പോഴാണ് ഇനി വേറൊരുത്തം പറഞ്ഞത് ഫയർ ബോൾട്ടും കൊണ്ട് കണ്ടമഴി വാട്ടർ ഇറക്കുക. അവിടെ ഗൂഗിൾ പിക്സലിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ പിക്സലിൻ്റെയൊക്കെ ഫോൺ ഉണ്ടെങ്കിൽ Android 17 വന്നിട്ടുണ്ട്. കുറച്ച് നല്ല പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണ സമയത്ത് നമ്മളെ സെൽഫി ആയിട്ട് വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യാനൊക്കെ എളുപ്പം പരിപാടിയായിട്ടൊരു പരിപാടി വന്നിട്ടുണ്ട് സ്ക്രീൻ റെക്കോർഡിൽ. പിന്നെ എന്നിട്ട് ബബിൾസ് വന്നിട്ട് ആപ്പ് ബബിൾസ് എങ്ങനെ എടുത്തിട്ട് നമുക്ക് ബബിൾസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കതിനെ മറ്റേ മൾട്ടി ടാസ്കിങ് ചെയ്യാവുന്നൊരു പരിപാടിയാണ്. അതേപോലെ അവരാരും അറിയാതെ LHDC എന്ന് പറയുന്ന ഒരു കോഡക്ക് അവർ ഇതിലോട്ട് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെവലപ്പർ മോഡിൽ കയറിയിട്ട് LHDCയുടെ സപ്പോർട്ടുള്ള ഹെഡ്സെറ്റ് വെച്ചിട്ട് അത് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ റെസൊല്യൂഷൻ ലോ ലേറ്റൻസി കോഡൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. ഇത്രയും നാളായിട്ട് SBCയും AACയും മാത്രമേ ഉള്ളതെന്നുള്ള അവർ LHDC നൈസായിട്ടൊരു അപ്ഡേറ്റ് വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നോ ക്യാമോ സ്ലിം എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു ചാനലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഫോണിൻ്റെ 2ാമത്തെ പതിപ്പ് വരാൻ പോവുകയാണ്. ഇതിൽ എനിക്ക് ആ വാൻഗോർ എഡീഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വാൻഗോരെയും പിന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു മറ്റേ ഈ സിമ്മട്രിക് ലൈനൊക്കെ വരയ്ക്കണം, അങ്ങേരെയും ഒരു എഡീഷൻ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെയൊക്കെ പുതിയ പരിപാടിയൊക്കെയാണ്.
50 മെഗാ പിക്സലിലെ ക്യാമറ, മറ്റത് മറിച്ചത് ടെക്നോയുടെ പരിപാടികളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്ലിം ഫോൺ വരുന്നുണ്ട് ടെക്നോ വഴി. പിന്നെ നമുക്ക് എടുത്ത് പറയാം മോട്ടോറോള എഡ്ജ് 70 മാക്സ്. മോട്ടോറോളയുടെ എഡ്ജ് 70 മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഇറങ്ങാൻ പോവുകയാണ്. ഇത് അതേപോലെ മോട്ടോറോള എഡ്ജ് 70 അൾട്ര എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇവിടെ നമ്മളെ നാട്ടിൽ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എവിടെയൊക്കെ ഇറങ്ങണുണ്ട്, ചൈനയിലും അമേരിക്കയിലൊക്കെ ആയിരിക്കും. ഏതായിരുന്നു ചിപ്സെറ്റ്? സ്നാപ്ഡ്രാഗൺ 8 Gen 5. സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റാണ് വരുന്നത്. പിന്നെ അതൊക്കെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ, തേങ്ങ മാങ്ങ കൊലക്കര മൂഡ് ഒക്കെ ഉണ്ട്. ഇതാണ് ലുക്ക്, ഇത്ര തന്നെ. വേറെ പിന്നെ മോട്ടോറോള നമ്മളെ നാട്ടിൽ കേട്ടോ മോട്ടോറോള പാഡ് 70 Pro എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് ഇറങ്ങിയിട്ടുണ്ട്. 33,000 രൂപയാണ് വില വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8S Gen 4 ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. അത്യാവശ്യം കലാപരിപാടികളൊക്കെ ചെയ്യാനായിട്ട്, സിനിമ കാണുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടി കൊള്ളാം. പിന്നെ മോട്ടോറോള ആയതുകൊണ്ട് അറിയാമല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. സർവീസ് പ്രോപ്പർ സർവീസ്, മറ്റേത് അപ്ഡേറ്റ് വരില്ല, ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഈ സാധനം മേടിക്കാൻ നിൽക്കുക. ഓണർ ആൻഡ് ഷൗമി ഡിവൈസസ് മറ്റേ നമ്മുടെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത പരിപാടി ഷൗമിയും ഓണറും ഉടനെ ഫോണുകളിൽ കൊണ്ടുവരാൻ പ്ലാനുണ്ട്. ഇവിടെ സാംസങ്ങിൻ്റെ എന്തോ പേറ്റൻ്റ് എന്തോ മേടിച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നും നടക്കൂല. അവന്മാരാണ് മറ്റേ കൊടകൊപ്പ അപ്പൈ, അവന്മാരാണ് ഈ സാധനം പ്രിവസി ഡിസ്പ്ലേയുടെ മെയിൻ ആൾക്കാർ. അപ്പോൾ അവന്മാർ ആ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഷൗമിയിലും ഓണറിൻ്റെ ഫോണുകളിലും വരാൻ പോകും. OnePlus അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. OnePlus റിയൽമി ഒത്തുചേർന്ന് ഇനി തൊട്ട് അവർ തമ്മിലായിരിക്കും ഓപ്പറേഷൻസും കാര്യങ്ങളും ചെയ്യാൻ പോണത് അണ്ടർ ഓപ്പോ. ആൻഡ് നല്ല കമ്പനിയായിരുന്നു OnePlus ഒക്കെ. OnePlus കംപ്ലീറ്റ്ലി ലോകത്തുള്ള എല്ലായിടത്തും നിർത്തിയിട്ട് ഇന്ത്യയിൽ മാത്രമേ ഇനി കാണത്തുള്ളൂ, ഇന്ത്യയിലും ചൈനയിലും മാത്രം. അതേപോലെ തന്നെ ആയിരിക്കും ഈ റിയൽമിയുടെ അവസ്ഥ. എന്ത് ഞാൻ പറയേ, ഇതൊക്കെ ഈ ഒരു അവസ്ഥയായതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപാട് പൈസ ചിലവാക്കണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും അവന്മാർ ഈ ഒരു കംപ്ലീറ്റ് സാധനം തന്നെ നിർത്തണത്. എന്തായാലും ഇന്ത്യയിൽ ഈ സാധനം വർക്കാവും. പിന്നെ OnePlus 15S ഒരുപാട് പേരെന്നോട് ചോദിച്ച് ഇന്ത്യയിൽ ഇറങ്ങുമെന്ന്. ഒരു കാര്യമില്ല, നടക്കൂല, ഇറങ്ങൂല. OnePlus ആകെ ഇറക്കാൻ പോണത് N6 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങണ ബഡ്ജറ്റ് ഫോണാണ്. അല്ലാത്ത വശം വേറെ ഒരു ഫോണും പ്രതീക്ഷിക്കേണ്ട, നോക്കിയിരിക്കുകയും വേണ്ട. അത് കഴിഞ്ഞിട്ട് വെറുതെ ചുമ്മാ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. HP-യും ഫെറാറിയുടെയും കൊളാബറേഷനിൽ വന്നൊരു ലാപ്ടോപ്പാണ്. മുട്ടാൻ വിലയാണ്, ഏകദേശം 8,000 ദിർഹമാണ്. $8,000 $8,000 എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 8 ലക്ഷം രൂപയായി. ഫെറാറി അത്ര ഭ്രാന്തുള്ളവന്മാർക്ക് ഈ സാധനം അമേരിക്കയിലൊക്കെ കിട്ടും, പോയി മേടിക്കാം. ഫെറാറിയുടെയും HP-യുടെയും കൊളാബറേഷൻ മുട്ട ലുക്ക്. ഞാനാണെങ്കിൽ കാശുണ്ടായിരുന്നെങ്കിൽ മേടിച്ചതിന്. വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഇതേപോലെ ഈ പ്രൈസ് കൂടുകയാണെങ്കിൽ സെൽഫോൺ വിൽ ബിക്കം എ ലക്ഷറി എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അതായത് നിങ്ങൾക്ക് 30,000-നും 35,000-നും കിട്ടാൻ പോകുന്ന ഫോണുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകമായിരിക്കും. 6 GB റാം, വലിയ ചിഹ്നമുള്ള ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ, ഇതേപോലത്തെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള UFS സ്റ്റോറേജ് 2.2, ഇതേപോലത്തെ ഉള്ള സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പെക്കുകളായിരിക്കും നമുക്കിനി 30,000-നും 20,000-നും 35,000 രൂപയ്ക്കൊക്കെ കിട്ടാൻ പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ വളരെ ശോകമാണ്. ഈ AI ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കയറാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ്. എനിക്കൊന്നും പറയാനില്ല. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ആരെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ കൊള്ളാം. ഒന്നെങ്കിലും ഗവൺമെൻറ് ഇടപെടുക. ഞാൻ പറയും വേറൊരു കോമഡി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായ് ആമസോൺ പ്രൈമിൽ വീഡിയോ ഉണ്ടോ സിനിമ ഉണ്ടായിരുന്നു, മറ്റേ ഷെപ്പേർഡ്സ് ഷീപ്പ് ഡിറ്റക്റ്റീവ്. ഒരു ആഡ് പോലും ഇല്ല. നമ്മൾ അവിടെ ഒരു നട്ടലില്ലാത്തവന്മാരില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അത് തന്നെയല്ലേ ഇങ്ങനെയുള്ള മണ്ണുകൾ അഡീഷണൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്മാരെ തോന്നിയാസത്തിന് നിൽക്കണോണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഇന്ത്യക്കാർക്ക് ആഡ്സോട് ആഡും ഇവിടെ ആഡ് കൊണ്ടുപോയി അവന്മാരെ എടുത്ത് വെട്ടും. അതുകൊണ്ട് ഇതേപോലെ പല രാജ്യങ്ങളിലും ഈ സെയിം സംഭവമുണ്ട്, ആഡ്സ് ഇല്ല. ആരൊക്കെ പറഞ്ഞ കാനഡ, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ആമസോൺ പ്രൈമിൽ ആഡ്സ് ഇല്ല. നമ്മളെ നാട്ടിലുണ്ട് മുടിഞ്ഞുകൊണ്ട് പോകാനായിട്ട്. എന്നിട്ട് 2 ടൈപ്പാണ്. കുറച്ച് ആഡ്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു പൈസയും, കംപ്ലീറ്റ് ആയിട്ട് ആഡ് കാണാതിരിക്കാൻ വേറെ പൈസയും കൊടുക്കണം, നശിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇതൊക്കെ എന്തോന്നടാ ഇതൊക്കെ നാറികൾ. ഞാൻ പിന്നെ മറ്റേന്ന് ഞാൻ പറയല്ലേ, ഞാൻ ഈ സബ്സ്ക്രിപ്ഷന് ഭയങ്കര എതിരാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു CD കട ഇടാണേ. ഞാൻ ആലോചിക്കും ഒരു CD കട ഇട്ടാലാന്ന് പഴയതുപോലെ. മറ്റേതൊക്കെ ഒരു CD മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആഡും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു CD ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സിനിമയും കാണാം. ഇതെന്തോന്നാണ്? പണ്ട് നമ്മൾ TV എന്തിനാണ് നിർത്തിയത്? ഈ പറയുന്ന വൃത്തിയായിട്ട് ആഡ്സിനെ പേടിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തന്മാരെ സബ്സ്ക്രിപ്ഷൻ കാലിൻ്റെ ഇടയിൽ എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഓരോരുത്തന്മാർ അത് വെച്ചിട്ട് നമുക്കൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇപ്പം മൊത്തം ആഡ്സ്. യൂട്യൂബ് തുറക്കാൻ വയ്യ, പ്രൈം തുറക്കാൻ വയ്യ, ഇനി ഉടനെ ഒറ്റ നെറ്റ്ഫ്ലിക്സിലും വരും, എല്ലായിടത്തും ആഡ്സ്. പിന്നെ എന്ത് കോപ്പറേറ്റാണ് നമ്മൾ TV നിർത്തിയത്? ആ CD കട എന്തുണ്ടാ നിർത്തിയത്?
DVD-യും ബ്ലൂറേ ഒക്കെ എന്തിനു നിർത്തിയത്? ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പം. മേടിച്ചു കഴിഞ്ഞാൽ അതിൽ കണ്ടാൽ പോരെ. എന്തിനാണ് ഇവൻ്റെയൊക്കെ തലവേര കണ്ടുകൊണ്ടിരിക്കണത്? ഇത്രയും വലിയ കാശും കൊടുത്ത് മനക്കൊക്കെ വട്ടാടേ. ഓരോ വർഷം ഓരോ മനുഷ്യൻ എത്ര രൂപയാണ് 299, 199, 599 എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കണത്. വല്ലാത്ത സീനാണ് കേട്ടോ. എനിക്ക് ഒന്നും അറിയണ്ട എങ്ങോട്ടാണ് ഈ പോക്കെന്ന്. എനിക്കറിയടാ. നാട്ടുകാരെ ബ്രെയിൻ വാഷ് ചെയ്ത് ആൾക്കാർക്ക് വോയിസ് എനിക്കറിയടാ. ആരടുത്താ ഇതൊക്കെ പോയി പറയേണ്ടത്? ഇന്ത്യയിൽ കാണിക്കുന്ന ചെറ്റത്തിലാണ്. ഇവിടെ ആഡ്സ് ഇല്ലാതെ അവർക്ക് റൺ ചെയ്യാമെങ്കിൽ നമ്മളെ നാട്ടിലും ചെയ്യാം. അതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ അത് മാത്രം ആലോചിച്ചാൽ മതി. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ വളരെ രോഷാകുലനായി സംസാരിച്ചു ഗൈസ്. എന്താണെങ്കിലും എല്ലാവർക്കും ഒരു ചായ ചിയേഴ്സ് നേരുന്നു. ദിസ് ഈസ് ആക്ച്വലി 300 എപ്പിസോഡ് ഓഫ് ചായ വിത്ത് ടെക്. എനിക്ക് തോന്നുന്നു ഈ 300 എപ്പിസോഡും മുടക്കാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. എൻ്റെ തുടക്കം തൊട്ട് ഇതുവരെ കഠിനമായി നിന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എനിക്ക് വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത്. ചായ വിത്ത് ടെക്കിന് ഒരു വലിയ സെറ്റപ്പ് ആക്കിയതിനും ഈ ഒരു സപ്പോർട്ടിനും ഒക്കെ താങ്ക് യു സോ മച്ച് ഗൈസ്. 300th എപ്പിസോഡ് അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പരിപാടി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ലൈക്ക് ഐ സെഡ്, ഒരു വളരെ ടഫായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫോൺ മേടിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ആൾക്കാരൊന്നും വീഡിയോ ഒന്നും കാണുന്നില്ല. ബിക്കോസ് അവർക്കൊരു യൂസ് ഉണ്ടെങ്കിലല്ലേ നമ്മളെ വീഡിയോസിന് യൂസ് ഉള്ളൂ. ഇതേപോലെ ഈ ഹൈ റേഞ്ച് റോക്കറ്റ് പോണ പോലത്തെ പ്രൈസിൽ സാധനം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആരും എന്തോന്ന് കാണാൻ. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. എല്ലാവർക്കും ഒരു ചായ ചിയേഴ്സ് നേരുന്നു. ലവ് യു ആൾ. ടേക്ക് കെയർ ആൻഡ് ബൈ.